ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജനനായകൻ്റെ ട്രെയിലർ റിയാക്ഷന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഒരുപാട് ലേറ്റായി, ഒരുപാട് ഡിലേ ആയി. ചാനലിൽ വീഡിയോസൊന്നും വന്നിട്ടില്ല. സോ ഇന്ന് ഈ ഒരു ട്രെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ വൺ ലാസ്റ്റ് ടൈം എന്നുള്ളൊരു ലേബലിൽ വരുന്നൊരു പടമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ട്രെയിലർ റിയാക്ട് ചെയ്യുന്നത് മിസ്സാവാൻ പാടില്ല എന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു റിയാക്ഷനുമായിട്ട് വന്നിരിക്കുന്നത്. സോ ഞാനിവിടെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6:45 ഇപ്പോൾ 6:44 ഞാൻ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ ഐ തിങ്ക് KVN പ്രൊഡക്ഷൻസിലായിരിക്കും വരാമെന്നാണ് തോന്നുന്നത്. കാരണം ഇവരുടെ പ്രൊമോയും കാര്യങ്ങളൊക്കെ ഇതിലാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ മേ ബി T-Series എങ്ങാണ്ടോ വരുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഈ സ്റ്റാൻഡ് അത്ര സ്റ്റേബിൾ അല്ല, നോക്കാം. വീടില്ലെങ്കിൽ അത്രയും ഓക്കെ. 44. എനിക്ക് 0 എക്സ്പെക്റ്റേഷൻസ് ആണ് പടത്തിലുള്ളത്. ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ആ വൺ ലാസ്റ്റ് ടൈം എന്നുള്ളൊരു ആ ഒരു ലേബലിന് വേണ്ടിയിട്ട് മാത്രം എക്സൈറ്റഡ് ആണ്. അത് എങ്ങനെ ആയിരിക്കും വരിക, കുറേ സ്പെക്കുലേഷൻസ് ഉണ്ട്. ഇത് എങ്ങനത്തെ ഉള്ളൊരു പടമാണ്, സയൻസ് ഫിക്ഷൻ, അങ്ങനെ എന്തൊക്കെയോ കുറേ എലമെൻറ്റ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഭഗവത് കേസരി, അത് എല്ലാവർക്കും അറിയാം. ആ ഒരു റൂമറും ഉണ്ട്. ഇതിലിപ്പോൾ ഏതാ സത്യം എന്നുള്ളത് അറിയില്ല. നമുക്ക് നോക്കാം. ഈ ട്രെയിലറിന് എന്തെങ്കിലും ഡീകോഡ് ചെയ്യാൻ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാം. ജസ്റ്റ് എനിക്ക് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത് ലിയോയുടെ ട്രെയിലർ റിയാക്ഷനാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും, എന്താണ് പരിപാടി ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കാം. എനിക്കിത് കുറേ കഴിഞ്ഞത് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1:45 വന്നു, ട്രെയിലർ വന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. തമിഴവിടെ ജനനായകൻ. ഓക്കെ 1 സെക്കൻഡ്. ക്വാളിറ്റി ഓക്കെ, റെഡി. ഫുൾ സ്ക്രീൻ റെക്കോർഡ് ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ஒரு பேர் அனுப்பிச்சிருங்க, அவன் யார் என்னன்னு விசாரிச்சு சொல்ல. தொற்றுலையே சம்பவம் பண்றவனு கேள்விப்பட்டிருப்ப, அதுல ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா? அதான் தளபதி தொற்றுறத ஸ்லைஸ் போட்டுவாப்ல. அத்தனை பேரை போட்டு அடிச்சியே, நீ சூப்பர்மேனா? நான் சாதா மேன் தான் பேபி. ஆனால் செய்கிற சம்பவம்லாம் சூப்பராக இருக்கும்னு சொல்லுவாங்க. பொண்ணுங்களுக்கு பயம் இருக்கக்கூடாது சார். விஜய புலி மாதிரி வளரும். பாஞ்ச் கமான். இந்த வருஷமாவது ஆர்மி அப்ளிகேஷன்ல ஒழுங்கா கையெழுத்து போடுமா? என் பொண்ணை தொட சொன்னவன் யாரு? Let's play a game. இன்னிலிருந்து 30வது நாள் இந்தியா என் காலடியில வந்து விழும். என்ன பிளான்? OM அழிவு. அன்பிலீவபிள். எனக்கு இந்த ஆர்மெல்லாம் வேண்டாம். பாரு என் கை எப்படி நடுக்குதுன்னு. விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்களுக்கு நல்லது பண்ற நீதிக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிடு. மொத்த ஐயோக்கியனுங்களும் ஒண்ணா நிக்கிறாங்க. அவங்க ஜெயிக்க கூடாது. உன்னால ஒன்றும் பண்ண முடியாது. விலகி போ. மக்கள் அவனை கொண்டாடிக்கிட்டு இருக்காங்க. இப்ப கொன்ன கடவுளாயிடுவான். அவனை உயிர் தெழ முடியாத சிலுவையில அறையணும்.
உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்லை. ஐ ஆம் கமிங். மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா, கொள்ளை அடிக்க கொலை பண்றதுக்கு கூட அரசியலுக்கு வரீங்க. റോബോട്ടോ? വാട്ട് വാസ് ദാറ്റ്? അങ്ങനെ ഒരു എലമെന്റ് மொத்த ஐயோக்கு ഒരു സയൻസ് റോബോട്ടിക് ഒരു പരിപാടിയായിട്ട് ഒരു மக்கள் அவனை സംഭവം ഒരു കണക്ഷൻ கொண்டாடிக்கிட்டு എന്തോ ഒരു എലമെന്റ് അതിൽ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിരുന്നു. கடவுளாயிடுவான். പിന്നെ ഒരു സംഭവം அவனை உயிர் ഇത് ഫുള്ള് രാഷ്ട്രീയമാണല്ലോ ഡയലോഗ്സ് சிலுவையில் എല്ലാം. அறையணும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்லை. ஐ ஆம் கமிங். மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா, கொள்ளை அடிக்க கொலை பண்றதுக்கு கூட அரசியலுக்கு வரீங்க. அவனை உயிர் தெழ முடியாத சிலுவையில் அறையணும். Politics உன்னை dialogues காலி நல்லா பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்லை. ஐ ஆம் கமிங். மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா, கொள்ளை அடிக்க கொலை பண்றதுக்கு கூட அரசியலுக்கு வரீங்க. ഓക്കെ ഗൈസ്, ഇത് രാഷ്ട്രീയത്തിൽ കുറച്ച് സിനിമ കുറവ് എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇതൊരു ഭഗവന്ത് കേസരി എന്ന പടത്തിന്റെ റീമേക്ക് അല്ലെങ്കിൽ ഒരു അഡാപ്റ്റേഷനോ അല്ലെങ്കിൽ റീമേക്ക് തന്നെയാണ് ഓൾമോസ്റ്റ്. സ്റ്റോറി പ്ലോട്ടൊക്കെ എനിക്ക് അതുപോലെയാണ് തോന്നിയത്. ആസ് ഓഫ് നോ കണ്ട അത്രയും എനിക്ക് തോന്നിയത് അതിലെ എലമെന്റ്സ്, അതിലെ പരിപാടികൾ അങ്ങനെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഈ രാഷ്ട്രീയ ഡയലോഗുകൾ ഒരുപാടുണ്ട്. അത് നമുക്കൊരു പടം കാണുമ്പോൾ രാഷ്ട്രീയം വാട്ടവർ അത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിൽ സിനിമയിൽ ഈ ഒരു എലമെന്റ് കൊണ്ടുവരാന്ന് പറയുമ്പോൾ എനിക്കത് ചെറിയൊരു കുറച്ചൊരു ഓഫാണ് ആ ഒരു കാര്യത്തിൽ. അത് ദാൻ ദാറ്റ് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ CGI എലമെന്റ്സ് കുറച്ച് സ്ഥലങ്ങളിൽ എനിക്ക് കുറച്ചൊരു ഒരു അത്രയ്ക്ക് കണ്ട് വർക്കായില്ല. സോ CGI പിന്നെ മ്യൂസിക് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഈ ലാസ്റ്റ് നൈറ്റ് വന്ന സോങ് തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. രാവണ മവണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ സോങ് നൈസായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസസ് നന്നായിട്ടുണ്ട്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ പുള്ളീൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് അത് പിന്നെ പറയണ്ടല്ലോ, അത് ആസ് ഓൾവേസ് അത് അടിപൊളിയായിട്ടുണ്ട്. ദെൻ എനിക്ക് വേറെന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം നമുക്ക് ഈ ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് തന്നെയാണ് ഇങ്ങനൊരു ടെംപ്ലേറ്റ്, ആ ഒരു ഭഗവന്ത് കേസരിൻ്റെ കുറേ എലമെൻറ്റ്സ് ഉള്ളൊരു പടമായിട്ട് നമുക്ക് കാണാം. അതല്ലാതെ അതിൽ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മാസ് കൊമേഴ്ഷ്യൽ, ഒരു മാസ് മസാല, അതിലുപരി വേറൊന്നും എനിക്കിതൊന്ന് ഫീൽ ചെയ്തിട്ടില്ല. രാഷ്ട്രീയം എലമെൻറ്റ്സ്, പൊളിറ്റിക്കൽ പരിപാടികൾ അത് ഭയങ്കര ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ കുറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, റൈറ്റ്? നമുക്കൊരു പടം എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ അതൊരു സിനിമയായിട്ട് മാത്രം കാണാം. അതിൽ പൊളിറ്റിക്സ് കൊണ്ടുവരുന്നത്, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എനിക്കധികം താല്പര്യമില്ല അത്. ബട്ട് സ്റ്റിൽ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ശ്രമിക്കുന്നുണ്ട്. ടിക്കറ്റ് ഇതുവരെ എൻ്റെ ഭാഗത്തൊന്നും വന്നിട്ടില്ല. സോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അത് ഉറപ്പാണ്. ഇറ്റ്സ് എ ബിറ്റ് ഹാർഡ് ടു അക്സെപ്റ്റ് ഹീസ് ഗോയിങ് ടു പൊളിറ്റിക്സ് ആൻഡ് ഹീസ് സ്റ്റോപ്പിങ് ഹിസ് സിനിമ കരിയർ എന്നൊക്കെ പറയുമ്പോൾ അത് ഇറ്റ്സ് ഹാർഡ് ആക്ച്വലി.
ബട്ട് യാ എന്തിനായാലും നല്ലത് നടക്കട്ടെ എന്ന് വിശ്വസിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഐ ഹോപ്പ് ഇനി ഇതുപോലത്തെ വീഡിയോ റിയാക്ഷൻസ് ഇനി വരുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. സോ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. ഇനി തുടർന്നുള്ള വീഡിയോസ് അതിനനുസരിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. സോ നിങ്ങൾ കണ്ട് ട്രെയിലറിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളത് താഴെ കമൻറ്റിലിടുക. ആൻഡ് നമുക്കൊരു ഡിസ്കഷൻ പോലെ ആവാം. ഇനി നമുക്ക് സമയമനുസരിച്ച് ട്രെയിലറിനെ കുറിച്ചുള്ള ഡിസ്കഷനോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കഷൻസ് നമുക്ക് ഇതിൻ്റെ ബേസിൽ നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്കാം. ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇന്നിപ്പോൾ 3-ാം തീയതി, ഇനിയിപ്പോൾ ഒരു 6 ദിവസമുണ്ട്. 6ാമത്തെ ദിവസം പടം റിലീസാണ്. സോ നമുക്ക് നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടുക. ട്രെയിലർ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ഇടുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. സോ ഓക്കെ, ബൈ ഗൈസ്.